ലോങ് ജാക്കറ്റിൽ വന്നിരിക്കുന്ന ഒരു മോഡലാണ്. ഇതൊക്കെ പ്രീമിയം ഫോക്സ് ജോർജറ്റ് ആട്ടോ. വീനെക്കിൽ നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. ഫ്ലെക്സ് കോട്ടണിൽ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഡോട്ട്സിന്റെ കോഡാണ്. പാർട്ടി വെയർ കോൺസെപ്റ്റിലൊക്കെ ഇടാൻ പറ്റുന്ന ഹെവി വർക്ക്. ഒരു ഗ്യാപ്പ് കിട്ടിയെന്ന് അങ്ങോട്ട് കടന്നോട്ടെ. ഇത് നല്ല 3 പീസിലെ പാർട്ടി വെയർ കളക്ഷൻ ആണ്. ടിഷ്യൂ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു 3 പീസ് സെറ്റ് ആണ്. ജോർജറ്റിൽ ആലിയ കട്ടില് ഹാഫ് യോക്ക് ഫുൾ വർക്ക് ലിനൻ കോട്ടണിൽ ചെയ്തിരിക്കുന്ന ഒരു 3 പീസ് സെറ്റ് ആട്ടോ. അടിയിലത്തെ ഫ്ലോറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഓണം കളക്ഷൻ ആണ്. അതും ഒരു പ്രീമിയം സിൽക്കിൽ നമ്മൾ അജ്രക്കിന്റെ സ്കേർട്ട് പ്ലസ് നമ്മുടെ ഹക്കോബയുടെ ബ്ലൗസ്. ഇപ്പൊ ലോങ് സ്ട്രോക്ക് മോഡലാണ് കുറച്ചും കൂടെ ട്രെൻഡി ആയിട്ടുള്ളത്. നമ്മളൊരു കാഞ്ചീപുരം ടേസ്റ്റില് ചെയ്തിരിക്കുന്ന സെമി സിൽക്കിൽ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ഇതിപ്പോ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡിൽ വരുന്ന ധാവണിയാണ് ഡബിൾ ഷെയ്ഡില്. ഓണത്തിനപ്പോ ഞങ്ങള് റെഡി. നിങ്ങൾ റെഡിയാണോ? ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും കമന്റിൽ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഡോട്ട്സിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. കാരണം ഇഷ്ടംപോലെ വെറൈറ്റീസ് ഇനിയും ഉണ്ടെങ്കിൽ അതൊന്ന് കാണിക്കോ എന്ന് ചോദിച്ചിട്ട് കുറേ പേര് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1-2 ആൾക്കാരൊന്നുമില്ല കേട്ടോ. കമൻറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കുറേ കമൻറ്റ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡോട്ട്സിൽ നല്ല നല്ല വെറൈറ്റീസ് കാണിക്കാം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്. ലൊക്കേഷൻ വരുന്നത് നമുക്ക് എറണാകുളത്ത് ഇത് പ്രസ് ക്ലബ് റോഡാണ് കേട്ടോ. അപ്പം മേനക ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് പ്രസ് ക്ലബ് റോഡ് വഴിക്ക് വരാം. അത് കൂടാണ്ട് നമുക്ക് ഈ സൈഡിൽ കൂടെ വരാണെങ്കിൽ നമുക്ക് MG റോഡ് വഴിക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് റോഡ് ആ വഴിക്കൊക്കെ ഇങ്ങോട്ട് കയറാം. കുറച്ചുകൂടിയും എളുപ്പത്തിൽ ആക്സസ് പറയുകയാണെങ്കിൽ അവിടെ ഒരു പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്. പിന്നെ ഈ കാണുന്നത് CSB ബാങ്കാണ് കേട്ടോ, ഈ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു ബിൽഡിങ്ങിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഇപ്പോൾ ഫെസ്റ്റിവൽ വരാൻ പോവാണ്. അതിൻ്റെ ഇഷ്ടം പോലെ കളക്ഷൻസിന് ആൾക്കാർ വെയിറ്റിംഗ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്തിട്ട് അതിൻ്റെ തിരക്കാണ് കാണുന്നത്. ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്, അതുപോലെ തന്നെ പെയ്ഡ് പാർക്കിംഗ് അവിടെയും ഉണ്ട് കേട്ടോ. അപ്പോൾ പാർക്കിംഗ് 2 വീലറിലും കാറിലും ഒക്കെ ആയിട്ട് ഇതാ പാർക്കിംഗ് ചെയ്തതിൻ്റെ ഒരു തിരക്കായി കാണാം. അപ്പോൾ ഇടയിൽ കൂടെ വേണം നമുക്ക് കയറാനായിട്ട്. എന്തായാലും ഉള്ളിലേക്ക് കയറിയിട്ട് കളക്ഷൻസ് കാണിക്കേണ്ടത് നമുക്ക്. അപ്പോൾ വരൂ, എന്തൊക്കെയാണ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് നോക്കാം. ഈ പ്രാവശ്യത്തെ പുതിയ ലേറ്റസ്റ്റ് ഇവരുടെ കളക്ഷൻസ് ആണ് ഈ കാണുന്ന ഡിസ്പ്ലേ ഒക്കെ ഇട്ടിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കാം. പിന്നെ ബണ്ടൽ ആൾക്കാർ മേടിച്ചു കൊണ്ട് എൻ്റെ പർച്ചേസ് ചെയ്തതിൻ്റെ ഒക്കെ ഇതൊക്കെ ഡിസ്പാച്ച് പോവാനുള്ളതാണ്. ഇതുപോലെ ഇനിയും ബണ്ടൽസ് ഉള്ളിൽ കുറേ ഇരിക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ മേടിച്ച് തുടങ്ങി. നിങ്ങളെവിടെയാണ്? വേഗം വായോ ഇവിടെ എറണാകുളത്തേക്ക് പോവാം. പുറത്ത് കുറേ ഡിസ്പാച്ചിന് വേണ്ടിയിട്ട് ബണ്ടലായിട്ട് ഇരിക്കുന്നുണ്ട്. ഇത് അകത്തും ഉണ്ട് കേട്ടോ. പുറത്ത് അകത്ത് വയ്ക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് കുറച്ചൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഓരോരുത്തർക്ക് പോവാനുള്ള ബണ്ടൽസാണ് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാർ ഓരോരോ പുതിയ കളക്ഷൻസ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മേടിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കുറേ ഫെസ്റ്റിവലിനുള്ള നല്ല ട്രെൻഡി ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മിന്നക്കുട്ടീനെ ഒന്ന് കാണണമല്ലോ. മിന്നക്കുട്ടി എവിടെയാണെന്നൊന്ന് ചോദിക്കാം. നമ്മുടെ മിന്ന മാഡം ഇവിടെ താഴത്തുണ്ട്. അപ്പോൾ നമുക്ക് താഴത്ത് പോവാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ താഴത്താണ്. ഇവിടെ ഒന്നല്ല ശരിക്കുള്ള അവരുടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. സ്റ്റോക്കല്ല, സാമ്പിൾസ് ഇരിക്കുന്നത് താഴത്താണ് കേട്ടോ. പിന്നെ സ്റ്റോക്ക് ഇരിക്കുന്നത് വേറൊരു ഗോഡൗണാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും നമുക്ക് മിന്നക്കുട്ടീനെ ഒന്ന് പിടിക്കാം. അടിയിലത്തെ ഫ്ലോറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോണത്. കസ്റ്റമേഴ്സിൻ്റെ തിരക്കുള്ളത് കൊണ്ട് തന്നെ കേട്ടോ. അത്യാവശ്യം എല്ലാം കടക്കാർ ഇവിടെ ഉണ്ട്. ഞാനൊരു ഗ്യാപ്പ് കിട്ടിയെന്ന് അങ്ങോട്ട് കടന്നോട്ടെ. എന്താ ഓരോരോ സെക്ഷൻ വൈസാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് കാണിക്കാൻ നമ്മുടെ മിന്ന ഇവിടെ ഉണ്ട്. നമ്മളൊരു സൈഡിൽ നിന്നിട്ട് കാണിക്കാട്ടെ. തിരക്കുള്ളത് കൊണ്ടാണ്. കാരണം പിന്നെ കസ്റ്റമേഴ്സിന്റെ ഫേസ് കാണിക്കാൻ പാടില്ല. അതോ ഒരു കാരണം കൂടിയുണ്ട്. അപ്പൊ ഈ പ്രാവശ്യം നമ്മുടെ ഓണത്തിന് എന്താ വെറൈറ്റി? എല്ലാം വെറൈറ്റീസ് ആണ്. അതിനേക്കാളും ഉപരി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അത് എന്താ രസം കാണാനായിട്ട് കുറച്ചുകൂടി ഭംഗി കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഡോട്ട്സിലത്തെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ആദ്യം ഇതിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ പറഞ്ഞോളൂ. ഇത് നെറ്റ് കോട്ടയിൽ വന്നിരിക്കുന്ന ഒരു പ്രീമിയം ടൈപ്പ് കുർത്തയാട്ടോ. സോഫ്റ്റ് നെറ്റ് കോട്ടയിൽ നമ്മൾ ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഈ 2 പാറ്റേൺസ്. ഓക്കെ, അപ്പോൾ സ്വാഗതം പറഞ്ഞില്ല. ഒരു സ്വാഗതം എൻ്റെയും വ്യൂവേഴ്സിൻ്റെ ഒക്കെ. ഇനി നമുക്ക് കളക്ഷൻസിലേക്ക് കിടക്കാം. എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണം? നമുക്ക് 3 പീസ് സ്റ്റാർട്ട് ചെയ്താലോ ഫസ്റ്റ്? അപ്പൊ ഇവിടെ കിട്ടുന്നത് കുർത്തി ഉണ്ട്, 2 പീസ് ഉണ്ട്, 3 പീസ് ഉണ്ട്. എല്ലാ വെറൈറ്റീസ് ഉണ്ട്. ഓണം കളക്ഷൻസ് ഉണ്ട്. എല്ലാ ലേഡീസ് വെയർ ഐറ്റംസ് എല്ലാം ഉണ്ട്. അപ്പൊ മുകളിൽ കാണുന്ന പോലെയല്ല. വീണ്ടും പറയണ, മുകളിൽ കാണുമ്പോൾ ചെറിയൊരു എൻട്രൻസ് മാത്രമല്ല. പക്ഷെ അടിയിൽ വരുമ്പോൾ വിശാലമായിട്ട് സെപ്പറേറ്റ് സെക്ഷൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. കുർത്തീസിന്റെ ആണെങ്കിലും പാർട്ടി വെയർ ആണെങ്കിലും 3 പീസ് ആണെങ്കിലും കോട്ടന്റെ തന്നെ സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. എല്ലാം നമ്മൾ സെപ്പറേറ്റ് സെക്ഷൻ ആക്കി വെച്ചിരിക്കുന്നത്. ഇപ്പൊ കസ്റ്റമർക്ക് എടുക്കാനും ആ ക്വാണ്ടിറ്റി അനുസരിച്ച് പോകാൻ എളുപ്പമാക്കുന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ സെക്ഷൻ വൈസ് ആണ് ഐറ്റം എല്ലാം വന്നേക്കുന്നത്. ഏതൊരു സ്ഥലത്ത് നമുക്ക് ഇവിടുന്ന് പിടിക്കാം. ഓക്കെ, തുടങ്ങാം. നല്ലൊരു മുന്തിരി ഷെയ്ഡ്. ഇത് നല്ല 3 പീസിലെ പാർട്ടി വെയർ കളക്ഷൻ ആട്ടോ. നല്ലൊരു പ്രീമിയം സിൽക്കില് നമ്മളൊരു ബെൽറ്റ് ടൈപ്പ് വർക്ക് കൊടുത്തിരിക്കുന്നതാണ് യോക്കില്.
അതും സ്കാലപ്പ് ദുപ്പട്ടയും കൂടെ വന്നിട്ടുള്ളൊരു പോർഷനാണ്. താഴെ നമുക്ക് ഫ്രില്ല്. ഇതെല്ലാം ടോപ്പ് ബോട്ടം ദുപ്പട്ടയാണ് ഇതിലെല്ലാം പെയർ ചെയ്ത് വരുന്നത്. അത് 3 പീസ് സെക്ഷനിൽ അത് ഹെവി ഹാൻഡ് വർക്കോട് കൂടിയിട്ടാണ് ഇത് വരുന്നത്. സ്ലീവിൽ അടക്കാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ കളേഴ്സ് ഉണ്ടാവും. ഇതിന്റെ കളേഴ്സ് ഉണ്ട്. നമുക്കൊരു 4-5 കളേഴ്സ് ഉണ്ട്. എല്ലാം നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന ഓരോ പീസിന്റെ നമുക്ക് കളേഴ്സ് അതിന്റെ ഒരു 5 to 7 കളേഴ്സ് നമ്മൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു പാറ്റേൺ, ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. നമ്മളിപ്പോ ഈ തിരക്കുള്ള സമയമായതുകൊണ്ട് ജസ്റ്റ് പാറ്റേൺസ് പെട്ടെന്ന് കാണിച്ചു പോവാന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ നമ്മളൊരു കാഷ്വൽ ടൈപ്പ് വെയർ കുർത്തിയാണ്. ഒരു ഓഫീസ് യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ലിറ്റഡ് ടൈപ്പ് കുർത്തീസ് ആണ്. ഇതെല്ലാം M2 XXL ആ സൈസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബിഗർ സൈസസും അവൈലബിൾ ആണ്. പ്ലസ് സൈസ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഒരു ഓണം കളക്ഷൻ ആണ്. അതും ഒരു പ്രീമിയം സിൽക്കിൽ നമ്മൾ ടോപ്പിൽ നെക്ക് പോർഷനിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലും അതുപോലെ തന്നെ ത്രെഡ് വർക്ക് സ്കാലപ്പ് ദുപ്പട്ടയും കൂടെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. ബോട്ടം വരുന്നത് സാൻറ്റൂൺ ബോട്ടം ആണ്. അത് 3 പീസിന്റെ ആണ്. 3 പീസ് ആണ്. ഇതെല്ലാം 3 പീസ് ആണ് കാണിക്കുന്നത്. പിന്നെ നല്ലൊരു പാർട്ടി വെയർ കൂടിയാണ്. ഇതും ഒരു റയോൺ, കുറച്ച് വണ്ണം കുറവായിട്ട് തോന്നിക്കണമെങ്കിലുള്ള ഫാബ്രിക് ആണ് റയോണ്. നമുക്ക് കുറച്ചും കൂടെ മെലിഞ്ഞ ഒരു ആൾക്കാർ ഫീല് കിട്ടും. നല്ലൊരു എംബ്രോയിഡറി, ഫുൾ എംബ്രോയിഡറി, അതും ദുപ്പട്ടയിലും. നമ്മൾ സാധാരണ ഹെവി വർക്ക് ദുപ്പട്ടയിൽ സ്കാലപ്പ് ആ ഒരു സൈഡിൽ മാത്രമേ ചെയ്യുന്നത്. പക്ഷെ നമ്മളിത് ഫുൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഫുള്ള് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓവറോൾ വന്നിട്ട് അതുപോലെ തന്നെ ആലിയ കട്ട് ടൈപ്പിൽ ഇവിടെയും ചെസ്റ്റിലും നെക്കിലും നമ്മൾ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്ലീവിലും ആ ഒരു ചെറുതായിട്ട് വർക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും കളേഴ്സ് വരുന്നുണ്ട്. ഇതിന്റെ കളേഴ്സ് വരുന്നുണ്ട്. ഇത് ഇപ്പോഴത്തെ ഒരു റണ്ണിങ് ഐറ്റം ആട്ടോ. ഒരു ടിഷ്യൂ മെറ്റീരിയൽ എന്ന് പറയും. ടിഷ്യൂ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു 3 പീസ് സെറ്റ് ആണ്. അതും നെക്കിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു ഐറ്റം ആണ്. നല്ലൊരു പാർട്ടി വെയർ കോൺസെപ്റ്റ് ആണ്. ഇതിലെ സാരീസും ഇതൊക്കെ നല്ല ഹിറ്റ്. അപ്പൊ നമ്മൾ കുർത്തിയിലും കൂടെ 3 പീസിലും കൂടെ ട്രൈ ചെയ്ത് നോക്കിയത്. പിന്നെ എന്റെ മുന്നേ നിങ്ങളെ കൊണ്ട് വല്ല തൊഴിലുണ്ടാവും. ഡോട്ട്സിന്റെ വീഡിയോ ചെയ്യും. ഡോട്ട്സിന്റെ പുതിയ കളക്ഷൻസ് ഞാൻ കമന്റ്സ് ഒരുപാട് കാണാറുണ്ട് ഡോട്ട്സിന്റെ ചെയ്യോ എന്നുള്ളത്. ഇപ്പൊ ഏകദേശം ഒരു ആഴ്ചയായിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിന്റെ. പിന്നെ അത് തന്നെയല്ല, ചേച്ചിയുടെ വീഡിയോ വഴി നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളെ വിളിക്കാറുണ്ട്. പുതിയതായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ്. ഇപ്പം എബ്രോഡൊക്കെ നമുക്ക് കുറച്ചും കൂടെ കസ്റ്റമേഴ്സ് ഒരുപാട് നമ്മളെ വിളിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുറത്തുള്ള ആൾക്കാർക്ക് ഇവിടെ എത്താൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ ത്രൂ പുതിയ കളക്ഷൻ എല്ലാവരും വീഡിയോ കോൾ ത്രൂ ആട്ടോ. എല്ലാവരും പുറത്തുനിന്നുള്ളവരും ജസ്റ്റ് വരുമ്പോ ഇവിടെ വരും എന്നല്ലാതെ എല്ലാവരും നമുക്ക് ഷിപ്പിംഗ് എല്ലാം വീഡിയോ കോൾ ത്രൂ ആണ് നമ്മൾ ചെയ്യുന്നത്. സെലക്ഷൻ ഒക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അധികം പേർക്ക് ഇതിന് മുന്നേ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് വരുന്ന കസ്റ്റമേഴ്സ് തന്നെയായിരുന്നു നമുക്ക് റെഗുലർ ആയിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്രയും റീച്ച് നമുക്ക് ഈ ഒരു വീഡിയോ വഴിയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ വഴിയാണ് നമുക്കത് കിട്ടിയത്. പിന്നെ വേറൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഈ വീഡിയോ കഴിഞ്ഞ് കഴിഞ്ഞാൽ കളക്ഷൻസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ പുതിയൊരു ഇൻസ്റ്റാ പേജും കൂടി തുടങ്ങിയിട്ടുണ്ട് അല്ലേ, എന്നുള്ള പേരിൽ. അപ്പൊ പുതിയ പുതിയ കളക്ഷൻസ് അതിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് ആ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ കളക്ഷൻസ് ഓരോന്നോരോന്ന് വീഡിയോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തന്നാലും മതി. സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് അയച്ചാൽ നമ്മൾ അത് മാറ്റി വെക്കുന്നതായിരിക്കും. ഓക്കെ. ഇനി അടുത്ത കളക്ഷൻ 3 പീസിന്റെ. ഇതൊരു 2 പീസ് ആണ്. ഇത് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ്. ഇതൊരു ഫ്ലോറൽ പ്രിന്റ്. ഇപ്പം ഹെവി ഫ്ലോറൽ പ്രിന്റ് ആണ് കുറച്ചും കൂടെ എല്ലാവർക്കും ഇഷ്ടം. പിള്ളേരെ ടൈപ്പ് ഒക്കെ ഇഷ്ടമുള്ളത്. അതിന് പെയർ ചെയ്തിരിക്കുന്ന നല്ലൊരു സ്ട്രൈപ്സ് പാൻറ്. നെക്സ്റ്റ് വരുന്നതും ഇതുപോലെ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ കോട്ടണിൽ ഫ്ലെയർ കുർത്തിയിൽ നമ്മൾ ബോട്ടം ടോപ്പുമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ബോട്ടത്തിന്റെ തന്നെ പാച്ച് വർക്ക് കൊടുത്തിട്ട് നമ്മൾ പോട്ടലി ബട്ടൺസും കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു ഇപ്പോഴത്തെ ത്രെഡ് വർക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത്. ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാർട്ടി വെയർസിൽ എല്ലാവരും ചെയ്യുന്നത്. അതും ഇതുപോലെ തന്നെ ടോപ്പ് ബോട്ടം ദുപ്പട്ട, അതുപോലെ ദാമനിൽ ഹെവി നമ്മൾ വർക്ക് കൊടുത്തിട്ടുള്ളതാണ്. വിചിത്ര സിൽക്ക് മെറ്റീരിയൽ. പിന്നെ ഇത് വരുന്നത് നല്ലൊരു ജോർജറ്റിൽ ആലിയ കട്ടിൽ ഹാഫ് യോക്ക് ഫുൾ വർക്ക് ത്രെഡ്, അതുപോലെ തന്നെ ദുപ്പട്ടയിലും നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയും അതുപോലെ തന്നെ നമുക്ക് സാൻറ്റൂൺ ബോട്ടം ആണ് പെയർ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ഒരു സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ്. പിന്നെ ഇനി കോട്ടൺ ചോദിക്കുന്നത്, ഇപ്പം എല്ലാവർക്കും സിൽക്ക് മെറ്റീരിയൽ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ കോട്ടൺ മെറ്റീരിയലും നമുക്ക് അവൈലബിൾ ആണ്. അതും ഇതുപോലെ നമ്മൾ മിഡിലിൽ മാത്രം ഫ്രില്ല് ചെയ്ത്, ഇതിൻ്റെ എല്ലാ പാറ്റേൺസും ഉണ്ട് കേട്ടോ. നമുക്ക് നോർമൽ സ്ലിറ്റ് ഉണ്ട്, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് അതിലേക്ക് ഒരുപാട് പോവാത്തെ. യോക്ക് അതുപോലെ ബോക്സ് നെക്കിൽ ചെയ്തിട്ടുള്ളതാണ്. ദുപ്പട്ട സോഫ്റ്റ് മൽമൽ കോട്ടൺ ദുപ്പട്ടാസ് എല്ലാം 2.50 ആ ഒരു ഇതിലാട്ടോ വരുന്നത്, ലെങ്ത്തിലാണ് വരുന്നത്. ഇതും നമ്മളൊരു ലിനൻ കോട്ടണിൽ ചെയ്തിരിക്കുന്ന ഒരു
3 പീസ് സെറ്റ് ആട്ടോ. നെക്കിൽ ഒരു എംബ്രോയിഡറി ചെയ്തിട്ട് ഇപ്പം ഓണം വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് സിൽക്ക് ബേസ് വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിനൻ കോട്ടണിൽ നമ്മൾ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ആണ്. ത്രെഡിന്റെ കളേഴ്സ് മാറും. ഇത് വരുമ്പോ ബേസ് കളർ ലിനൻ ആയിരിക്കും, ത്രെഡിന്റെ കളേഴ്സ് മാറും. കളേഴ്സ് അങ്ങനെയായിരിക്കും സെറ്റ് എടുക്കേണ്ടത്. അപ്പൊ ഇത് സീക്വൻസ് വർക്കുള്ള ദുപ്പട്ട വരുന്നത്. നെക്സ്റ്റ് വരുന്നതും ചെറിയ സെമി പാർട്ടി വെയർ ഐറ്റം ആണ്. ജോർജറ്റിൽ നമ്മൾ ഫ്ലോറൽ ത്രെഡ് വർക്ക്സ്, മൾട്ടി കളർ ത്രെഡ് വർക്ക്സ് വിത്ത് ദുപ്പട്ടയിലും അതുപോലെ തന്നെ നെക്ക് വർക്ക് നമ്മൾ ഫുൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഇഞ്ച് ബോർഡറിൽ നമ്മൾ സ്കാലപ്പ് ദുപ്പട്ട ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇവരുടെ ഓൺ മാനുഫാക്ചറിംഗ് കൂടിയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് വെറും സാമ്പിൾ മാത്രമാണ്. ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അപ്പൊ തന്നെ ഗോഡൌണിൽ നിന്ന് നിങ്ങൾക്ക് ഡിസ്പാച്ച് കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു തരും. എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമ്മൾ ഒരു ഐറ്റം ചെയ്യുന്നത് മിനിമം നമ്മളൊരു 1000 പീസാണ് ചെയ്യുന്നത്. അതെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് അവരെ ഗോഡൌൺ കാര്യങ്ങൾ അതുപോലെ തന്നെ സ്റ്റിച്ചിങ് യൂണിറ്റ് ഇതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കാണുന്നതിൽ കാര്യമില്ല. പുതിയതായിട്ടുള്ളവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കയറി നോക്കിയാൽ മതി. ഡോട്ട്സ് എറണാകുളം അല്ലെങ്കിൽ ലൈഫ് ഷെൽമി ഡോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വീഡിയോ കയറി വരും കേട്ടോ. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോഴത്തെ ട്രെൻഡി കളക്ഷൻസ് പെട്ടെന്ന് കാണിച്ചു പോവാം. കാരണം തിരക്കും ഉണ്ട് അത്യാവശ്യം. ഞാൻ പറഞ്ഞല്ലോ ഒരു സൈഡിൽ നിന്നിട്ടാണ് നമ്മളിപ്പോ ചെയ്യുന്നത്. ശരിക്കും നമുക്കിപ്പോ ഓണത്തിന്റെ തിരക്ക് തുടങ്ങി. 10 ദിവസം മുന്നേ ഓണത്തിന്റെ തിരക്ക് സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ ഇനി ഇത് 3 പീസ് കഴിഞ്ഞു. ഇനി അടുത്തൊരു സെക്ഷൻ, നമുക്ക് ഹാൻഡ് വർക്ക് സെക്ഷനിലേക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഇതിപ്പോ അടുത്ത പാർട്ടി വെയർ സെക്ഷൻ ജോർജറ്റിലെ പ്രീമിയം കളക്ഷൻസും നോർമൽ കളക്ഷൻസും ആയിട്ടുള്ള സെക്ഷനാണ്. ഓക്കെ. അപ്പൊ അതില് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊരു ലോങ് ഷ്രഗ് മോഡലാണ്. നമുക്ക് ഇത് അറ്റാച്ചബിൾ ആണ്. നമ്മൾ ഡീറ്റാച്ചബിൾ ആയിട്ടും ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളൊരു ചെറിയൊരു ടൈയും കൂടെ കൊടുത്തിട്ടുള്ള ഹെവി വർക്കാട്ടോ നമ്മൾ ചെയ്തിരിക്കുന്നത്. നെക്ക് അതുപോലെ തന്നെ ബോഡിയുടെ ഇവിടെ വരുന്നത് സ്ലീവ് ഇതുപോലെ 3 സ്റ്റെപ്സ് ആയിട്ട് സ്ലീവും കൂടെ ചെയ്തിട്ടുള്ള ഒരു വർക്കാണ്. ഇതൊക്കെ ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിൽ ചെയ്യാവുന്ന നല്ലൊരു റേറ്റിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. നമുക്ക് റേറ്റ് ഒരിക്കലും പറയാൻ പറ്റില്ല. ഹോൾസെയിൽ റേറ്റ് ആണ്. അതെ. പക്ഷെ ഹോൾസെയിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചോക്കെ. എന്തിനാ ഈ നാട്ടുകാരെല്ലാരും കൂവി വിളിച്ചിട്ട് ഇത് ഇത്ര റേറ്റ് ഉള്ളൂ ഇത്ര റേറ്റ് ഉള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് ചോദിക്കുക റേറ്റ് കാര്യങ്ങൾ. പിന്നെ ഹോൾസെയിലിൽ നമ്മൾ റേറ്റ് പറയുന്നത് ശരിയല്ല. ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് എടുത്ത് സെയിൽ ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് ഷോപ്പുകാരുണ്ട്. അവരെയൊക്കെ അത് എഫക്ട് ചെയ്യുന്ന കാര്യമാണ്. ബുദ്ധിമുട്ടുള്ള അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ഫോൺ വഴി ചോദിക്കാറുണ്ട്. ഇപ്പോൾ കമൻറ്റ് ബോക്സിലാണെങ്കിലും റീറ്റെയിലേഴ്സ് ആണെങ്കിലും വിളിക്കാറുണ്ട്, നമ്മളെ വിളിക്കാറുണ്ട് റേറ്റ്. അപ്പം നമ്മൾ ഷോപ്പിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ജെന്യുവിൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റേറ്റ് പറയാറുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് ഫുൾ ലോങ് സ്ട്രഗ് ആണ് വരാ. ഇതിൽ ഹാഫ് ആണെങ്കിൽ അതും നമുക്ക് ഹാഫ് മോഡലുണ്ട്. ഹാഫ് മോഡലൊക്കെ നമ്മൾ കുറച്ച് നാൾ മുന്നേ ചെയ്തിരുന്ന പാറ്റേൺ. ഇപ്പൊ ലോങ് സ്ട്രഗ് മോഡലാണ് കുറച്ചും കൂടെ ട്രെൻഡി ആയിട്ടുള്ളത്. അപ്പൊ ഇനി ഇതിൽ തന്നെ നിങ്ങൾക്ക് എത്ര ബൾക്ക് എത്ര കളേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ ചെയ്ത് ഉണ്ട്. ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഇതൊക്കെ സ്റ്റോക്ക് ഉണ്ട്. എത്ര കളേഴ്സ് നമ്മളൊരു 7 കളറോളം മിനിമം ഇതിൽ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റി എങ്ങോട്ടെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മിനിമം ഒരു 100 പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന കളറിൽ നമ്മൾ അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് തരാനും റെഡിയാണ്. പക്ഷെ അത് ബൾക്ക് ക്വാണ്ടിറ്റി ആയിരിക്കണം. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു സെമി ഫ്രിൽ പാറ്റേൺ. നമുക്ക് ഒരു റഫ് യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് വർക്കിൽ വി നെക്കിൽ നമ്മൾ കട്ട് ബീഡ്സ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നതും ഒരു ജാക്കറ്റ് മോഡലാണ്. നേരത്തെ ഫ്രില്ലുള്ള ടൈപ്പ് ആയിരുന്നു. ഇത് ജസ്റ്റ് ലോങ് ജാക്കറ്റിൽ വന്നിരിക്കുന്ന ഒരു മോഡലാണ്. അത് അറ്റാച്ച്ഡ് ആണ്. ഇത് അറ്റാച്ച്ഡ് ആണ്. നേരത്തെ നമുക്ക് അത് അഴിക്കാൻ പറ്റും. നമുക്ക് ആ ഒരു മോഡലാണ് വരുന്നത്. നെക്സ്റ്റ് ഇതൊരു കോളർ നെക്കിൽ വരുന്നതാണ്. നല്ല വർക്കാട്ടോ. ഇതൊക്കെ നല്ല സിമ്പിളാണ്. ഇതിപ്പം കുറച്ച് ഒരുപാട് അങ്ങോട്ട് തിളക്കമൊന്നും ഇഷ്ടമില്ലാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് ചെറിയൊരു ലൈൻ വർക്കൊക്കെ ഇഷ്ടം. അതുപോലെയുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം. ഈ നെക്ക് ഇപ്പൊ ട്രെൻഡ്, കോളർ നെക്ക് ഇപ്പൊ ട്രെൻഡ്. കോളർ നെക്ക് ഇപ്പൊ നല്ല ട്രെൻഡാണ്. ഇതിനൊക്കെയാണ് ഇപ്പൊ കൂടുതലിട്ട് മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം വരുന്നത്. പിന്നെ ഇതുപോലെ നമ്മൾ ബീഡ്സ് വെച്ചൊരു ഫ്ലവർ പാറ്റേൺ ചെയ്തിട്ടുള്ളതാണ്. ഫ്രില്ലൊക്കെ നമുക്ക് ഇതേ ഫിനിഷിങ്ങിൽ തന്നെ ആട്ടോ വരുന്നത്. ഇതിപ്പം ഇത് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ടൈമുണ്ട്. ഇതുപോലെ അയേൺ ചെയ്ത് തന്നെ നമ്മൾ ഈ ഫ്രിൽസ് കറക്റ്റ് ആക്കി ചെയ്യണം. ഇല്ല, മാറില്ല. ഇത് നമുക്കൊരു ടിഷ്യൂ സിൽക്കിൽ വരുന്ന ഒരു നോർമൽ പാറ്റേൺ, നോർമൽ സ്ലിറ്റ് പാറ്റേൺ ആണ്. റഫ് യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ രണ്ടും ഈ ഒരു റൂമിലുണ്ട് കേട്ടോ. നമുക്ക് പാർട്ടി വെയർ കോൺസെപ്റ്റും ഉണ്ട്, നോർമൽ വെയർ കോൺസെപ്റ്റും ഇതിലുണ്ട്. ഇതും സിമ്പിളായിട്ട് ഇഷ്ടമുള്ളവർക്ക് ചെറിയ ഒരു സെയിം ടോൺ കട്ട് ബീഡ്സിനെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ഒരു സ്ക്വയർ പാറ്റേണിൽ ടോൺ ടു ടോൺ വർക്ക്. ഇതും അതുപോലെ ഒരു ഫ്രിൽ പാറ്റേൺ ആട്ടോ. ഇതിങ്ങനെ നമ്മൾ ഇത്രയും ഫ്രില്ല് വെച്ചിട്ട് താഴെ ഒരു ഫ്രില്ല് ചെയ്തിട്ട് യോക്ക് പോർഷനിൽ താഴത്തെ ബോഡി വരെ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്.
ഇത് കുറച്ച് വ്യത്യാസമാണ് പുറമെ അതല്ല നമുക്കിപ്പം മാർക്കറ്റിൽ കോമൺ ആയിട്ടുള്ളത് എല്ലാ ഷോപ്പിലും കിട്ടും. നമ്മൾ അത് തന്നെ ചെയ്താൽ നമുക്ക് കസ്റ്റമേഴ്സ് വരില്ല. നമ്മുടെ അടുത്ത് നമുക്കൊരു വെറൈറ്റി നമ്മുടേതായ ഒരു യൂണിക്നെസ് ഉണ്ടെങ്കിലേ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്തേക്ക് വരത്തുള്ളൂ. വെറൈറ്റി വേണമെന്ന് വെച്ചാൽ എവിടേക്ക് വരണം? ഡോട്ട്സിലേക്ക് വരണം. അപ്പൊ കുർത്തീസിന്റെ അടുത്തൊരു കളക്ഷൻ, അത് നമ്മൾ ഹാൻഡ് വർക്ക് യൂസ് ചെയ്യുന്ന എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഒരു വാഷ് ചെയ്ത് പോകുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ നമുക്ക് പിന്നെയും കസ്റ്റമേഴ്സ് തിരിച്ച് ഇതുപോലെ വരത്തില്ല. പൊളിഞ്ഞു പോകും. ചിലപ്പോൾ ഒരു വാഷ് കഴിയുമ്പോൾ അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞതുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്താലും നമ്മൾ ഒരിക്കലും മാർക്കറ്റിൽ ഇതുപോലെ നിൽക്കാൻ പറ്റില്ല. നമ്മളൊരു 13 ഇയേഴ്സ് കഴിഞ്ഞു. നമ്മളാണ് ആദ്യമായിട്ട് മാർക്കറ്റിൽ കുർത്തി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതും ഇതുപോലൊരു ഹെവി വർക്കാണ്. ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിലൊക്കെ ഇടാൻ പറ്റുന്ന ഹെവി വർക്കാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാം ലെങ്തി കുർത്തീസ് ആട്ടോ കൂടുതലും പറയുന്നത്. ഒരു ഇങ്ങനത്തെ പാർട്ടി വെയേഴ്സ് ഒക്കെ നോക്കി ഒരു 46-48 ലെങ്ത്തോളം നമുക്ക് ഇത്രയും ലെങ്ത്തിൽ വരുന്ന കുർത്തീസാണ് ചെയ്യുന്നത്. ഇതിന് ഹെവി വർക്കാണ് കേട്ടോ. ഈ വർക്ക് കുറച്ച് ഡിഫറെന്റ് ആണ്, കുറച്ച് യൂണിക്കും കൂടിയാണ്. നമുക്ക് അത്രയും വർക്കിംഗ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഹെവി വർക്ക്സ് ചെയ്യുന്നത്. എല്ലായിടത്തും ഹെവി വർക്ക്സ് ചെയ്യുന്നില്ല. എറണാകുളത്ത് അത്രയും വരണമെങ്കിൽ നമ്മൾ ഹെവി വർക്ക്സ് ചെയ്യാൻ അത്രയും പേര് ഇരുത്തിയിട്ടാണ് നമ്മൾ ഇത്രയും ഹെവി വർക്ക് ചെയ്യുന്നത്. അതും ഈ സീസൺ ടൈമിലൊക്കെ നമുക്ക് ഭയങ്കര പാടാണ്. ഇത്ര ഹെവി നമുക്ക് ക്വാണ്ടിറ്റി ആണല്ലോ വേണ്ടത്. അപ്പൊ അത്രയും ആൾക്കാരെ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പം പ്രൊഡക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഷോപ്പ് 9 o'clock നമ്മൾ ഓപ്പൺ ചെയ്യും. വൈകിട്ട് 8 വരെ ഉണ്ടാവും. സീസണിന്റെ സമയത്ത് നമ്മൾ എന്താ പറയാ ഒരു എത്ര നേരം വേണമെങ്കിലും ഓപ്പൺ ആണ്. ഇപ്പൊ കസ്റ്റമർക്ക് റിക്വസ്റ്റ് ഉണ്ട് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം വരുവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലെ ചെയ്യാറുണ്ട്. ഇത് വിചിത്ര സിൽക്കില് ഒരു ഹെവി പാറ്റേൺ ചെയ്തിരിക്കുന്നതാണ്. ഫുൾ യോക്ക് പോർഷൻ ഫുള്ള് വർക്ക് ചെയ്തിരിക്കുന്ന ഇതൊരു ഫ്രോക്ക് മോഡലായിട്ട് താഴെ ലെഗിൻസ് ഒന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന. ഇപ്പൊ എല്ലാവർക്കും ലെഗിൻസ് വേണ്ട. ഫ്രോക്ക് മോഡലാണ്. എന്താ പറയാ ഫ്ലെയർ ടൈപ്പ് ആണെങ്കിൽ ആരും ലെഗിൻസ് ഇടാറില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആദ്യം ദുപ്പട്ട ഒഴിവായി ഇപ്പം ഫോട്ടോ ഇല്ല. പക്ഷെ ഇത് എന്തായാലും നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് നല്ല ഹെവി വർക്കോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ വർക്ക് എങ്ങനെ മോഡൽ വേണം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും. പക്ഷെ ബൾക്കായിട്ട് ജോർജറ്റില് തന്നെ. ഇതൊക്കെ പ്രീമിയം ഫോക്സ് ജോർജറ്റ് ആട്ടോ. ജോർജറ്റിൽ തന്നെ പല റേഞ്ചസും ഉണ്ട്. കാരണം നമ്മൾ പാർട്ടി വെയർ ഒക്കെ ചെയ്യുമ്പോൾ ബീഡ്സിന്റെ ആ ഒരു ഹെവിനെസ് വരുമ്പം നമുക്ക് ആ ക്ലോത്ത് ഇങ്ങനെ താഴേക്ക് തൂങ്ങരുത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഫോക്സ് ജോർജറ്റ് പ്രീമിയത്തിൽ തന്നെയാണ് നമ്മൾ ഈ വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളത്. ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ ലോക്കലുള്ള തുണി യൂസ് ചെയ്യുകയാണെങ്കിൽ ഓട്ട വരും. അത് തന്നെയല്ല അതിന്റെ വെയിറ്റ് നെക്കില് വെയിറ്റ് വരുമ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വലിഞ്ഞു വരും. പിന്നെ അത് പിന്നെ അത് കീറി പോവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ ഈ ഹാൻഡ് വർക്ക് ചെയ്തതിന് ഒരു വരണ്ട്. അപ്പൊ അത്രയും പ്രീമിയം ഹെവി ക്വാളിറ്റി ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ക്ലോത്ത്. ഇത് ചെറിയൊരു ലൂപ്പ് വെച്ചിട്ട് ലൂപ്പ് പാറ്റേണിൽ ഒരു ഫ്രോക്ക് മോഡൽ ചെയ്തിരിക്കുന്ന. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു അല്ല നമ്മുടെ അടുത്ത് വന്നാൽ സിമ്പിൾ വർക്കും ഉണ്ട് ഹെവി വർക്കും ഉണ്ട്. ചെറിയ ഇപ്പം ഒരുപാട് എല്ലാവർക്കും ഒരുപാട് വലിയ ഹെവി ഇടുന്ന താല്പര്യമില്ല. ചെറിയൊരു ലൈൻ പാറ്റേൺ വേണമെങ്കിൽ ആ ടൈപ്പും ഉണ്ട്. ഹെവി ഉണ്ട്, ഒരു മീഡിയം ടൈപ്പും ഉണ്ട്. എല്ലാ റേഞ്ചിന്റെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് അതൊക്കെ നമുക്ക് ഇവിടെ എറണാകുളത്ത് വന്നാൽ കിട്ടും. ശരിക്കുള്ള ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു കൊടുത്തേ. നമ്മുടെ ഷോപ്പ് വരുന്നത് പ്രസ് ക്ലബ് റോഡിലാണ്. എറണാകുളത്ത് പ്രസ് ക്ലബ് റോഡ് എന്ന് പറയും. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രസ് ക്ലബ് റോഡ് പോകുന്നത്. പ്രസ് ക്ലബ് റോഡിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 100 meters ഫ്രണ്ടിൽ വരുമ്പം ലെഫ്റ്റ് സൈഡിൽ മാത്യു ചൂളക്കൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞ് കാണാം. ആ ബിൽഡിങ്ങിലെ ബേസ്മെന്റിൽ ഫസ്റ്റ് ഫ്ലോറിൽ കാണുമ്പോൾ ഫസ്റ്റ് ഡോട്ട്സ് എന്ന് പറഞ്ഞ ബോർഡ് കാണാം. പിന്നെ ആർക്കെങ്കിലും വരാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇവിടെ എത്തിയിട്ട് പിള്ളേർ ആരെങ്കിലും വന്ന് പിക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യും. അപ്പൊ ഇത് ഭയങ്കര ഈസിയാണ് അറിയാനായിട്ട്. ചുരുക്കം ഒരു 3 ഇതല്ലോ ഡോട്ടിന്റെ കൂടെ ഡോട്ട്സ്. ഇത് സിമ്പിൾ ആണ്, എല്ലാവർക്കും അറിയാനും ഈസി ആയിരിക്കും ആ ഒരു പേര്. ഇനി അടുത്തൊരു സെക്ഷൻ അടുത്തേക്ക് പോവാം. അടുത്തേക്ക് പോവാം. അടുത്തൊരു സെക്ഷൻ കോട്ടണിലെ ഹാൻഡ് വർക്ക് ഇല്ലാത്ത ഒക്കെ ഇവിടെ എല്ലാം ഉണ്ട്. കോട്ടൺ എല്ലാം ജയ്പൂർ കോട്ടൺസ്, നമുക്ക് സൂറത്തിൽ കിട്ടുന്ന കോട്ടൺസ്, എല്ലാ കോട്ടന്റെ എല്ലാ മെറ്റീരിയൽസ് ഈ റൂമിലാണ് സെക്ഷനിൽ കിട്ടും. അപ്പൊ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങാം. ഫസ്റ്റ് വരുന്നത് ഇതൊരു നെറ്റ് കോട്ടയിൽ വരുന്ന ടോപ്പാണ്. അതിൽ നമ്മൾ ചിക്കൻ വർക്ക് യോക്ക് മാത്രം ചിക്കൻ വർക്ക് കൊടുത്ത് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ വന്നിരിക്കുന്നതാണ്. റേറ്റ് പറയുന്നില്ല, പക്ഷെ നല്ലൊരു റേറ്റിൽ വന്നിരിക്കുന്നതാണ്. അതിന്റെ കളേഴ്സ് ആട്ടോ ഈ കാണുന്ന. ഇത്രയും കളേഴ്സ് ഉണ്ട്. അതിന് ഒരു 2-3 കളറും കൂടെ ഉണ്ട്. നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി. നമ്മൾ റീസ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്. ഇത്
ഇത് ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ അല്ലേ? അതെ അതെ, ഇത് ചേച്ചിട്ടിരിക്കുന്നതിന്റെ കളേഴ്സ്. കളേഴ്സുകളാണ് കേട്ടോ. ഈ പേസ്റ്റൽ ചാർട്ടും ഉണ്ട്, ഡാർക്ക് ചാർട്ടും ഉണ്ട്. ഇതൊക്കെ നല്ല നല്ല കളർ ഷെയ്ഡ്സ് ആണ് വരുന്നത്. അപ്പൊ അതിന്റെ ഫുൾ ലുക്ക് നോക്കുകയാണെങ്കിൽ എ ലൈനിലാണ് വരുന്നത്. ഇത് നല്ലൊരു ഇപ്പോഴത്തെ മിഡിൽ ഒരു വി ടൈപ്പ് നെക്കും അതുപോലെ ഒരു ചെറിയൊരു ഫ്രിൽ പാറ്റേണും കൂടെ കൊടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടേക്ക്. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള നെക്കാണ് വരുന്നത്. അപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതും കോട്ടണില്ലേ 3 പീസ്? ഇത് 3 പീസ്, ഇത് നമ്മുടെ ഐറ്റം തന്നെ. ഇതിലൊക്കെ കേറിയില്ലേ? 3 പീസിന്റെ ഐറ്റം ആണ് കേട്ടോ ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള. മീഡിയം സ്മോളും തമ്മിൽ വലിയ ഷോൾഡർ വ്യത്യാസം വരത്തില്ല. മീഡിയം സ്മോളുകാർക്ക് മീഡിയം എടുത്താൽ മതി, ഷേപ്പ് ചെയ്താൽ മതി. ഷോൾഡർ കറക്റ്റ് ആയിരിക്കും. ഷോൾഡർ കറക്റ്റ് ആയിരിക്കും. നമുക്ക് ഈ ചെസ്റ്റും ഹിപ്പും മാത്രം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ് ആണ് മൽമൽ കോട്ടന്റെ ഒരു ദുപ്പട്ട. ഇത് ഈ ഒരു പാറ്റേൺ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ബ്രാൻഡഡ് സ്റ്റോറിലൊക്കെ കൊടുക്കുന്ന ഒരു പാറ്റേൺ ആണ്. ആ ഒരു പ്രിന്റ് ആണ്. നല്ല റേറ്റ് ഉണ്ട്. അത് കസ്റ്റമേഴ്സിന് അറിയാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ നല്ല കളർ ചേഞ്ച് ഉണ്ട്. നമ്മൾ ഇതിൽ തന്നെ 4 ഷെയ്ഡ്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബ്ലൂ ഉണ്ട്, പിങ്ക് ഉണ്ട്, അതുപോലെ ലാവൻഡർ ഉണ്ട്, ഒരു മസ്റ്റേർഡ് ഉണ്ട്. വൈറ്റ് ബേസ്. അതെ, അതുപോലെ ബോട്ടം പ്രിന്റഡ് ആട്ടോ. ബോട്ടം നമ്മൾ ഈ മൽക്കോട്ടൺ ദുപ്പട്ടയിൽ വന്നിരിക്കുന്ന അതേ പ്രിന്റ് തന്നെയാണ് നമ്മൾ ബോട്ടത്തിലും കൊടുത്തിരിക്കുന്നത്. അങ്ങനെ 3 പീസിന്റെ ഒരു കോൺസെപ്റ്റ്. അപ്പൊ ഡോട്ട്സ് ആണ് നമ്മള് ഫുള്ള് അല്ലേ? ഇത് ഡോട്ട്സിന്റെ കൂടെ വന്നിട്ട് ഒരുപാട് നാളായി. ഞങ്ങളുടെ ഒരു കുടുംബം പോലെയായി. 5 കൊല്ലമായി. 5 കൊല്ലമായി. പക്ഷെ അപ്പൊ ഈ ഇതൊന്നും കിട്ടിയിട്ടില്ല അല്ലേ? ഏതാ? അത് കിട്ടിയിട്ടില്ല. പക്ഷെ എന്നെക്കാട്ടും കൂടുതൽ കഴിക്കുന്ന ആളാണ്. അങ്ങനെ പറഞ്ഞ അടുത്തത് വരുമ്പോ ഇത് കോട്ടണിൽ തന്നെ നമ്മളൊരു നെറ്റ് വെച്ചിട്ട് ട്രാൻസ്പെറന്റ് നെക്കിൽ നമ്മൾ നെറ്റ് വർക്ക് കൊടുത്തിരിക്കുന്ന. ഇതൊക്കെ നമുക്ക് 4 സെറ്റ് ആയിട്ട് എടുക്കേണ്ടത് ഹോൾസെയിൽ ആണ്. വീണ്ടും എടുത്ത് പറയണം, മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ. ചില കസ്റ്റമേഴ്സ് വിളിച്ച് ചോദിക്കാറുണ്ട്, എക്സൽ മാത്രം തരുമോ, ഡബിൾ എക്സൽ മാത്രം തരുമോ? പക്ഷെ അങ്ങനെ നമ്മൾ കൊടുക്കാറില്ല. അതുപോലെ നമുക്ക് 25 പീസ് എടുക്കണം എന്ന് നമ്മൾ എല്ലാവരോടും പറയാറുണ്ട്. പക്ഷേ 25 പീസ് ആയിട്ടില്ല. ചിലപ്പോൾ ഒരു 2 സെറ്റൊക്കെ എടുത്ത് കഴിയുമ്പോൾ അവർ ഇത് മതി ബില്ലടിക്കാൻ പറയും. പക്ഷെ നമുക്കത് അങ്ങനെ ഹോൾസെയിൽ ഷോപ്പിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമുക്കത് ക്വാണ്ടിറ്റി ബേസിൽ തന്നെ നിങ്ങൾ എടുക്കണം. അപ്പം നിർബന്ധമാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാത്തപ്പോഴും നെഗറ്റീവ് കമന്റ് വരും. കാരണം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇത്രയും എടുക്കണം എന്ന് പറയുമ്പോഴാണ് അവർക്കൊരു ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അവര് വീണ്ടും ഡോട്ട്സിന്റെ വീഡിയോ കണ്ടിട്ട് അതിന് നെഗറ്റീവ് ഞങ്ങൾക്ക് സാധനം തന്നില്ല എന്ന് പറയാം. പക്ഷെ റീസൺ ഇതാണെന്ന് അത് അവര് അറിയുന്നില്ല. അപ്പൊ എന്താണ് അതിന്റെ ഗുഡൻസ് എന്നൊന്ന് നോക്കിയാൽ മതി. ഇത് നല്ലൊരു കോട്ടണിൽ, ഒരു ലിനൻ കോട്ടണിൽ നമ്മൾ ഹാൻഡിൽ മാത്രം എംബ്രോയിഡറി ചെയ്തിട്ടുള്ളൊരു വർക്കാണ്. അതും നെക്കിൽ ത്രെഡ് വിത്ത് സീക്വൻസ് മാത്രം. നെക്കിൽ ചെറിയൊരു വർക്കിൽ നമ്മൾ പോയിട്ടുണ്ട്. ഇതാണ് നെക്കാണ്, സ്ലീവാണ് നമുക്ക് ഇതിൽ ഹൈലൈറ്റ് വരുന്നത്. ടോപ്പിൽ ബാക്കി ഓവറോൾ പ്ലെയിൻ ആണ്. നെക്സ്റ്റ് വരുന്നത് കോട്ടൺ. ഇതിപ്പോൾ ഞങ്ങൾ ഇട്ടിരിക്കുന്ന മെറ്റീരിയലിൽ തന്നെ വേറൊരു നെക്ക് വർക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓരോന്നിനും നമ്മൾ വർക്ക് വ്യത്യാസം ചെയ്തു. ഇത് ഹക്കോബ മെറ്റീരിയൽ. ഇത് ഹക്കോബയിൽ നമ്മൾ ഡിജിറ്റൽ പ്രിന്റ്, ഫ്ലോറൽ ഡിജിറ്റൽ പ്രിന്റ്. ഈ നോർമൽ ഹക്കോബ നമ്മൾ കോമൺ ആയിട്ട് എല്ലായിടത്തും ചെയ്യുന്നതാണ്. ഇത് നമ്മളൊരു ഫ്ലോറൽ പ്രിന്റും കൂടെ അതിൽ പ്രിന്റ് ചെയ്യിപ്പിച്ചെടുത്തിട്ട് ചെയ്തേക്കുന്ന കുർത്തിയാണ്. നെക്സ്റ്റ് വന്നത് ഇത് നെറ്റ് കോട്ട തന്നെയാണ്. അതിൽ വർക്ക് നമ്മൾ മാത്രം ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത ഒരു ബാട്ടിക് സ്റ്റൈലാണിത്. ബാട്ടിക് സ്റ്റൈലിൽ നമ്മൾ എംബ്രോയിഡറി വിത്ത് മിറർ വർക്ക്, ഇങ്ങനെ ഒരു ഫ്ലോറൽ പാറ്റേൺ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ ഫ്ലെക്സ് കോട്ടൺ എന്ന് പറയും. ഫ്ലെക്സ് കോട്ടണിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളൊരു മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. നമുക്ക് ഇടാനൊക്കെ നല്ല സുഖമുള്ളൊരു മെറ്റീരിയലാണ്. ചൂടാണെങ്കിലും ഏത് സീസണാണെങ്കിലും പോകുന്നൊരു മെറ്റീരിയലാണ്. ലൈനിങ് വേണ്ട, ലൈനിങ് ഇല്ലാത്തൊരു മെറ്റീരിയലാണ്. അതും ഈ മെറ്റീരിയൽസാണ് ഇപ്പം മിക്ക സ്ഥലത്തും. ഇപ്പം നമ്മൾ ഓരോ മാളുകളിൽ ചെന്നാലും ഈ മെറ്റീരിയലിലാണ് കുർത്തീസ് കൂടുതൽ അവരും ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ക്ലോത്ത് അത് തന്നെ, പാറ്റേൺ ഡിഫറെന്റ് ആയിട്ട് വ്യത്യാസം വരും. പക്ഷേ പക്ക ഫിനിഷിങ്ങോട് കൂടി ആ ക്വാളിറ്റിയോട് കൂടിയിട്ട് നമുക്ക് ഇത് ഡോട്ട്സിന്റെ ബ്രാൻഡ്. അതെ, ഇത് അംഗ്രക്ക സ്റ്റൈലില്. ഇതും ഇതുപോലെ തന്നെ എംബ്രോയിഡറി ചെയ്തിട്ടുള്ളൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ട്, അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ എന്താ പറയുക, നെറ്റ് കോട്ടയിൽ ബാട്ടിക് പ്രിൻസ് ചെയ്തെടുത്തിരിക്കുന്ന മെറ്റീരിയലാണ്. ബാട്ടിക് പ്രിൻസിൻ്റെ കോപ്പി ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് നല്ലൊരു ഫ്രോക്ക് പാറ്റേൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈക്ര മെറ്റീരിയൽ, എന്താ സ്ട്രെച്ചബിൾ മെറ്റീരിയൽ. അതൊരു ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ്. നമുക്ക് ഒരു സ്ട്രെച്ചബിൾ ടൈപ്പ്, ഒരു വെസ്റ്റേൺ ടൈപ്പുള്ള ഒരു മെറ്റീരിയലാണ്. അതും നമ്മൾ ഒരു വെസ്റ്റേൺ ടച്ചോടുകൂടെ നമ്മൾ സ്ലീവിൽ മാത്രം വർക്കായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇത് പഫാണ് വരുന്നത്. അപ്പോൾ ഒരു വെസ്റ്റേൺ ഫ്രോക്ക്. ഇതിപ്പം ഞാൻ ഇട്ടിരിക്കുന്നതിൻ്റെ ഒരു
കളർ ചേഞ്ച് ആണ്. അപ്പോൾ കളർ ചേഞ്ചസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏതൊരു പാറ്റേൺ ആയാലും അതിലൊരു 4 to 5 കളേഴ്സ്. ഇതിപ്പോൾ നമ്മൾ കളർ കാണിച്ചു ഓൾറെഡി. ഓക്കെ. അതുപോലെ തന്നെ ഇത് ഓൾറെഡി ഇവിടെ നമ്മൾ കളേഴ്സ് കാണിച്ചിട്ടുള്ളത് ഞാൻ വെയർ ചെയ്തിട്ടുള്ളതിന്റെ സെയിം. പിന്നെ ഇതൊരു കോളർ നെക്ക്, ഒരുപാട് ഓഫീസ് യൂസുകാർക്ക് ഒരുപാട് ഇഷ്ടം കോളർ നെക്കിൽ വരുന്ന പാറ്റേൺ ആണ്. ബാന്തിനിയില് ബാന്തിനി പ്രിന്റില് കോളർ നെക്ക്. അതിന്റെ കളേഴ്സ് ആണ് നമുക്ക് ഇത്രയും ഇരിക്കുന്നത്, ഫുൾ ഇരിക്കുന്നത്. ഈ റൂം ഫുള്ള് കോട്ടൺ, നമുക്ക് സൗത്ത് കോട്ടൺ ഉണ്ട്, മറ്റേ ഹക്കോബ കോട്ടൺസ് ഉണ്ട്, ജയ്പൂർ കോട്ടൺസ് ഉണ്ട്, എല്ലാ കോട്ടൺ മെറ്റീരിയലും ഫ്ലെക്സ് കോട്ടൺ ഉണ്ട്, അങ്ങനെ ഫ്ലെക്സ് ഉണ്ട്, എല്ലാം എന്തൊക്കെ വെറൈറ്റീസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ഈ റൂമിലാണ് ചെയ്തിട്ടുള്ളത്. സെക്ഷൻ ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ വിളിക്കുവാണെങ്കിൽ തന്നെ നമ്മൾ സെക്ഷൻ വൈസ്, നമുക്ക് ഇവിടെ ഓൺലൈനിന് പിള്ളേർ സെപ്പറേറ്റ് ഉണ്ട്, തിരക്കായതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി സെപ്പറേറ്റ് പിള്ളേർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഓരോ സെക്ഷൻ വൈസ് നിങ്ങളെ കാണിച്ച് ബില്ലിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഒരു കസ്റ്റമറെ ക്ലോസ് ചെയ്തിട്ട് അവർ അടുത്തേക്ക് പോവുള്ളൂ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ പറയാം, ഇപ്പോൾ നിങ്ങൾക്ക് കോട്ടനാണ് വേണ്ട, പാർട്ടി വെയറിൽ വേണ്ട, അപ്പോൾ ആ സെക്ഷനിൽ മാത്രം പോയിട്ട് വീഡിയോ കോൾ ചെയ്താൽ മതി. പിന്നെ കുറെ കസ്റ്റമേഴ്സിന്റെ തിരക്കുണ്ട്, അപ്പോൾ നേരത്തോടെ വരാൻ ശ്രമിക്കുക. കാരണം ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട്, ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ കട മൊത്തം കളർഫുൾ ആക്കണം അല്ലേ? അതെ. അപ്പൊ ഞാൻ അടുത്തേക്ക് പോകാം. ഓക്കെ. ഇനി നമ്മൾ കാണിക്കാൻ പോണത് നമ്മുടെ ഓണം ഐറ്റംസ്. ഓണം നമ്മൾ 2 സെക്ഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മെയിൻ ഓണം സീസൺ ആണല്ലോ, നമ്മൾ കയറി വരുന്ന സെക്ഷനും അതുപോലെ താഴെയുള്ള ബേസ്മെന്റിൽ ഒരു സെക്ഷനും ഫുള്ള് ഓണത്തിന്റെ വെറൈറ്റീസ് ആണ്. സീസൺ വൈസ് ഞങ്ങൾ സെക്ഷൻ മാറും. അടുത്ത ക്രിസ്മസ് വരുമ്പോ വേറെ. ഇത് നമ്മൾ അജ്രക് പാറ്റേണിൽ ചെയ്തിരിക്കുക. അജ്രക്കിന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ ധാവണിയില് ടിഷ്യൂല് നമ്മൾ അജ്രക്ക് പാച്ച് കൊടുത്തിട്ട്, അതുപോലെ നമ്മുടെ സ്കേർട്ടിൽ ഇതുപോലെ വർക്ക് വന്നിട്ടുള്ളത്. ഇത് പാവാട സ്റ്റിച്ചഡ് അല്ലേ? പാവാട സ്റ്റിച്ചഡ്, സെമി സ്റ്റിച്ചഡ് ആണ്. ധാവണിയിൽ നമുക്ക് ദുപ്പട്ട അറിയാലോ, നമുക്ക് 2.80 മീറ്റർ വരുന്നതാണ്. ഇതൊരു 1.20. നമുക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ടും വേണമെങ്കിൽ ചെയ്യാം, ഇനി ബ്ലൗസ് ആയിട്ട് വേണമെങ്കിൽ ബ്ലൗസ് ആയിട്ടും ചെയ്യാം. ഇതിന്റെയൊക്കെ കളേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ ഇത് ബ്ലൂ ആണെങ്കിൽ അതിന്റെ കളർ മറൂൺ ഷെയ്ഡ് എല്ലാം ഉണ്ട്. ഇനി അടുത്ത ഒരു സെക്ഷൻ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് പറയുമ്പോൾ ഓണത്തിന്റെ സെക്ഷൻ മുകളിലും ഉണ്ട് അടിയിലും ഉണ്ട്. വീണ്ടും എടുത്ത് പറയാണ് എവിടെയാ എന്താന്നുള്ളത് വന്ന് നോക്കാം. അപ്പൊ നമുക്കൊന്ന് ഇവിടുത്തെ സെക്ഷനിലൊന്ന് കുറെ കളക്ഷൻസ് ഇരിക്കുന്നുണ്ട്. ഇവിടുത്തെ സാമ്പിൾ മാത്രമേ ഉള്ളൂ. അത് എടുത്ത് പറയാണ്. സ്റ്റോക്ക് ഇരിക്കുന്നത് ഗോഡൌണിലാണ്. പറയുകയാണെങ്കിൽ അപ്പൊ അവിടുന്ന് എടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇപ്പൊ ചിലപ്പോൾ ഇന്നുള്ള പാറ്റേൺസ് ആയിരിക്കില്ല, നമുക്ക് നാളെ വേറെ പാറ്റേൺസ് അപ്ഡേറ്റ് ആവും. നമ്മളിപ്പോ പ്രൊഡക്ഷൻ ചെയ്ത് വരുന്ന പോലെ നമുക്ക് സ്റ്റോക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ ചിലപ്പം ഈ ഐറ്റം ചിലപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിപ്പോൾ നമുക്കൊരു സ്കേർട്ടും ടോപ്പും വരുന്ന മെറ്റീരിയൽ ആണ്. നമ്മളൊരു കാഞ്ചീപുരം ടേസ്റ്റിൽ ചെയ്തിരിക്കുന്ന സെമി സിൽക്കിൽ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. ടോപ്പും അതും പ്രിൻസസ് കട്ട് ടോപ്പാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ബാക്കിൽ നമ്മൾ സിബും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സിപ്പ് പാറ്റേൺ ആണ്. ടീനേജുകാർക്ക് യൂസ് ചെയ്യാം. നമ്മളതൊരു XXL സൈസ് വരെ, നമ്മൾ കഴിഞ്ഞ വർഷം ഒരു XL വരെ ചെയ്തുള്ളൂ. പക്ഷേ ഇപ്പം XXL കൂടെ ചോദിച്ചത് പ്രകാരം നമ്മൾ XXL വരെ ചെയ്തിട്ടുണ്ട്. ഇതൊരു ടെമ്പിൾ ബോർഡറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ടെമ്പിൾ ഡിസൈൻ എന്ന് പറയും. കളർ ചേഞ്ച് ഉണ്ട്. ഈ ബ്ലൗസും ബോർഡറും ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കളർ ചേഞ്ചസ് വരുന്നതാണ്. യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, പിന്നെ ഒരു പിങ്ക് ഉണ്ടായിരുന്നു, ഗ്രീൻ ഉണ്ട്, പിങ്ക് ഉണ്ട്. ഇത്രയും ഷെയ്ഡ്സ് ഉണ്ട്, പോയിക്കൊണ്ടിരിക്കും. ഈ ഒരു വെറൈറ്റിയിൽ തന്നെ കാഞ്ചീപുരം സ്റ്റൈലിൽ തന്നെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്, നമുക്ക് വരുന്നുണ്ട്, നമുക്ക് പ്രൊഡക്ഷനിലും ഉണ്ട്. അതൊക്കെ വീഡിയോ കോൾ വഴി നമ്മൾ കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഒന്ന് നോക്കിയാൽ മതി. ദ ഡോട്ട്സ് എന്നാണ് ഇൻസ്റ്റാ പേജ്, അതിൽ നോക്കിയാൽ മതി. അപ്പൊ ലേറ്റസ്റ്റ് പാറ്റേൺസ് എല്ലാം കിട്ടും. ഇതും നമ്മളൊരു ഇപ്പൊ ഫ്ലോറൽ പ്രിന്റ്സ് എല്ലാവരും കൂടുതൽ ചോദിക്കുന്നത്. അപ്പം ഫ്ലോറിൽ തന്നെ നമ്മൾ ടിഷ്യൂല് സ്ലീവില് ഫ്ലോറിൽ കൊടുത്ത് അതിൽ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുക. അതുപോലെ തന്നെ നെക്കിൽ നല്ലൊരു നെക്കിൽ ഡീപ്പ് നെക്കിൽ നമ്മൾ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോറൽ പാറ്റേൺ ഡാമനിൽ ഇതിങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് നല്ലൊരു സോഫ്റ്റ് സിൽക്കിൽ വരുന്ന മെറ്റീരിയൽ തന്നെയാണ്. സ്കേർട്ട് അതുപോലെ തന്നെ ടോപ്പ്, ക്രോപ്പ് ടോപ്പ്, പ്രിൻസസ് കട്ടിൽ വരുന്ന ക്രോപ്പ് ടോപ്പ്. കളേഴ്സ് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് ഇതെല്ലാം അപ്ഡേറ്റ് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കും. കാഞ്ചീപുരം സ്റ്റൈല്, സെമി സിൽക്ക്, അതുപോലെ സെമി സിൽക്കിന്റെ ധാവണിയും ഇപ്പം നല്ല പ്രൊഡക്ഷനിലുണ്ട്. അതും നമുക്കിപ്പം ഒരു 2 ഡേയ്സിനുള്ളിൽ നമുക്ക് സ്റ്റോക്ക് ആവും. ഇനി സിൽക്ക് പാറ്റേൺ ഇഷ്ടമല്ല, കോട്ടണിൽ സിമ്പിൾ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല ഫ്ലെയറിൽ നമ്മൾ അജ്രക്കിന്റെ സ്കേർട്ട് പ്ലസ് നമ്മുടെ ഹക്കോബയുടെ ബ്ലൗസ് അതും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഓണത്തിന് മാത്രമല്ല, അതും കഴിഞ്ഞ് എന്തെങ്കിലും പരിപാടിക്കൊക്കെ ആണെങ്കിലും
റഫ്യൂസിന് എങ്ങനെയാണെങ്കിലും ഈ സാധനം എപ്പോഴും പോകുന്ന ഒരു ഐറ്റം നമുക്ക് ഹക്കോബ മെറ്റീരിയൽ, അതും അജ്രക്ക്. അജ്രക്കിന്റെ ഈ കളർ ഇനിയിപ്പോ നിങ്ങൾക്ക് സ്കേർട്ടിന്റെ കൂടെ ബ്ലൗസ് വേറൊരു പ്ലെയിൻ ടോപ്പ് ഉണ്ടെങ്കിൽ മാറി മാറി ഇടുകയും ചെയ്യാം. ഓണം കഴിഞ്ഞാലും മാറ്റി മാറ്റി ഇടുകയും ചെയ്യാം. ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ. ഇത് എനിക്ക് കോട്ടൺ ഐറ്റം കുറച്ച് ഇഷ്ടം കൂടുതലാണ്, അപ്പം കോട്ടണിലും കൂടെ ഒരു വെറൈറ്റി ചെയ്തിട്ടുള്ള കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തത്. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു ഐറ്റം പിന്നെയും ഓരോ വർഷം മാറ്റിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നമുക്കൊരു ഇതില്ല, അപ്പൊ നമ്മൾ തൃപ്തി ഉണ്ടാവില്ല. അതാ വെറൈറ്റി എപ്പോഴും കൊടുത്തോണ്ടിരിക്കണം. ഇതും ഒരു നല്ലൊരു സൗത്ത് കോട്ടണില് ഫുൾ ത്രെഡ് വർക്ക് ജക്കാർഡ് വീവിങ്ങിൽ വന്നിരിക്കുന്ന ഒരു ടൈപ്പ് പാറ്റേൺ ആണ്. ഇതും ഓണത്തിന് ഒരു കോട്ടൺ ടൈപ്പ് വേണം എന്നുള്ളവർക്ക് എടുക്കാവുന്ന ഒരു ഐറ്റം ആണ്. സിൽക്ക് ബേസ് അല്ല, കോട്ടൺ ആണ്, പ്യുർ ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഇത് ടിഷ്യൂ സിൽക്കിൽ സ്ട്രൈപ്സ് പാറ്റേൺ വന്നിരിക്കുന്നതാണ്. വീനെക്കിൽ നമ്മൾ വർക്ക്, അതും ഹാഫ് ബോഡി വർക്ക് ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ ആണ്. നെക്സ്റ്റും ടിഷ്യൂല് സ്ലിറ്റഡ് പാറ്റേൺ യോക്കിൽ വർക്ക് വന്നിട്ടുള്ളത്. ഇതും നമുക്ക് എപ്പോഴും ഡിമാൻഡുള്ളൊരു ഐറ്റം ആട്ടോ. ചെക്സിൽ നമ്മൾ അജ്രക് പാറ്റേണിൽ ഫുൾ വർക്ക് ചെയ്തിട്ട്, ഇതിപ്പം നമ്മളിപ്പോൾ ഓണം തുടങ്ങിയപ്പോൾ മുതൽ ഇത് റീസ്റ്റോക്ക് ചെയ്ത് പോകുന്നൊരു ഐറ്റം. ഇതും നല്ലൊരു എന്താ പറയുക, നെറ്റ് കോട്ടയിൽ ക്രീം ഷെയ്ഡിൽ, ഓണം ഷെയ്ഡിൽ ഇനി വർക്കൊന്നും വേണ്ട, സിൽക്ക് ബേസ് വേണ്ടെന്നുള്ളവർക്ക് നെറ്റ് കോട്ടയിൽ നമ്മൾ എംബ്രോയിഡറി മാത്രം ചെയ്ത് കൊടുത്തിരിക്കുക, ത്രെഡ് എംബ്രോയിഡറി മാത്രം ചെയ്ത് കൊടുത്തിട്ടുള്ളൊരു പാറ്റേൺ. ഇതും സ്ലിറ്റഡ് ടോപ്പിൽ പ്ലെയിൻ ടിഷ്യൂല് നമ്മൾ നെക്ക് ആൻഡ് ഹാഫ് ബോഡി ഹെവി വർക്ക് ചെയ്തിട്ടുള്ളൊരു പാറ്റേൺ ആണ്. ഇതിനെല്ലാം ഈ ഒരു കളർ ബോട്ടം, ഒരു ചിക്കു ഷെയ്ഡ് ബോട്ടം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിലെല്ലാം പെയർ ചെയ്ത് പോവാം. ബോട്ടം ഉണ്ട് നമുക്ക്, ആംഗിൾ ലെങ്ത് ലെഗിൻസും ഉണ്ട്, സിഗരറ്റ് ബോട്ടംസും അവൈലബിൾ ആണ്. നമുക്ക് M തുടങ്ങി 3XL 4XL വരെ ഉണ്ട്. കളർ ബേസും സൈസ് ബേസ് ആയിട്ട് എടുക്കാം. ഇന്ന കളേഴ്സ് അതിന് നമുക്ക് ക്വാണ്ടിറ്റി ഇല്ല. നമുക്ക് നിങ്ങൾക്ക് ഇപ്പം ഒരു 5 പീസ് ഒരു മിക്സ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് തരാം. ബോട്ടത്തിൽ മാത്രം, അതും കടക്കാർക്ക് മാത്രം. അത് മാത്രമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഓടി വരുമായിരിക്കും, അത് മാത്രമായിട്ട് ഷോപ്പുകാർ. പിന്നെ ഒരു പാറ്റേൺ ഉള്ളത് അതൊന്ന് എടുത്തേടാ. ഈ ബ്ലാക്ക് അത് നമുക്കിപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഇതും വിചിത്ര സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു ടോപ്പ്, ഒരു എംബ്രോയിഡറി. നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ഈ ഓണം തുടങ്ങിയപ്പോൾ നമ്മളൊരു 10 ഡേയ്സിന് മുമ്പ് ഓപ്പൺ ചെയ്തു. 10 ഡേയ്സിന് മുമ്പ് ഇറക്കിയൊരു പാറ്റേൺ ആണ് ഇത്. താഴെ ദാമനിൽ ഫുൾ ത്രെഡ് വർക്ക് വന്നിട്ട്, അത് നല്ലൊരു അംബ്രല്ല സ്കേർട്ടാണ്. നമ്മളൊരു 4.5-5 മീറ്റേഴ്സിൽ ചെയ്തിരിക്കുന്ന ഒരു ലെങ്ത്തിൽ ചെയ്തിരിക്കുന്ന ഒന്നാണ്. അതിൻ്റെ ടോപ്പ് പീസ് വരുന്നത് ഇങ്ങനെ, ടോപ്പ് ഇതുപോലെ വരും, സ്റ്റിച്ച് ചെയ്യണം. ദുപ്പട്ട ഇതുപോലെ ത്രെഡിൽ വരും. ഇതിന്റെ കളേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് തീർന്നിരിക്കുക, നമ്മൾ റീസ്റ്റോക്ക് ചെയ്യേണ്ടി. ഇപ്പൊ നമുക്ക് 2 കളറേ അവൈലബിൾ ആയിട്ടുള്ളൂ, ബാക്കി നമ്മളിപ്പോ റീസ്റ്റോക്ക് ചെയ്യണം. വീഡിയോ വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റോക്ക്, ഇതിന്റെ തന്നെ പല വെറൈറ്റീസും നമ്മളിപ്പോ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഓഫ് വൈറ്റ് ഒക്കെ കുറെ നമുക്ക് കസ്റ്റമേഴ്സിന് ഒരുപാട് പേര് എടുത്ത് കഴിഞ്ഞതായിരിക്കും. അപ്പം വേറൊരു പാറ്റേൺ വേണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് ഈ കാഞ്ചീപുരം സ്റ്റൈലും സിൽക്കിൽ വരുന്ന ഇതുപോലത്തെ വർക്ക്സും ആണ്. അപ്പൊ ഇനിയിപ്പോ സാരിയൊക്കെ ഇല്ല ഇവിടെ? സാരി ഉണ്ട്. സാരി അപ്പൊ നമുക്കൊന്ന് കാണിക്കാം. അപ്പൊ ആ ഒരു സെക്ഷനിലേക്ക് പോവാം. മുകളിലുണ്ടെന്ന് പറഞ്ഞു. മുകളിലുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് മുകളിലേക്ക് വന്നിരിക്കണ. ഇവിടെയും കുറെ കുർത്തീസ് കാര്യങ്ങൾ. പിന്നെ ഇവിടെ എന്തൊക്കെയാ ഐറ്റംസ് വെച്ച്? കുറച്ച് സാരീസ് ഉണ്ട്, മറ്റേ സെറ്റ് മുണ്ടുണ്ട്, ടോപ്പിന്റെ സെക്ഷനുമാണ്. അങ്ങനത്തെ ഐറ്റംസ് ആണ് ഇപ്പൊ മുകളിലിരിക്കുന്നത്. അത്യാവശ്യം ഇവിടുത്തെ കസ്റ്റമേഴ്സിനൊക്കെ ഞങ്ങൾ താഴെ വിട്ടു, അവിടെ പോയി നോക്കിക്കോളാം പറഞ്ഞിട്ട് ഇവിടെ സമാധാനമായിട്ട് ഇനി കാണിക്കാം. അപ്പൊ ഇനി എന്താ ഫസ്റ്റ് നമ്മൾ കാണിക്കണേ? നമുക്ക് ധാവണി കാണിക്കാം. ഓക്കെ, ഇതിപ്പോ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡിൽ വരുന്ന ധാവണിയാണ്, ഡബിൾ ഷെയ്ഡില്. ഓക്കെ, ഇത് സ്കേർട്ട്. സ്കേർട്ട്, പിന്നെ സ്കേർട്ടിലെ പ്ലെയിൻ ബ്ലൗസ്, പിന്നെ ഇതിന്റെ കൂടെ ദുപ്പട്ട. ദുപ്പട്ട അതും ഡബിൾ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടയാ. 2 സൈഡായിട്ട് എങ്ങനെ വേണമെങ്കിലും ഇടാവുന്നത്. ദുപ്പട്ടയും ഇതുപോലെ ടൈ ആൻഡ് ഡൈയിൽ വരുന്ന ടൈപ്പ്. പിന്നെ പാവാടയുടെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ സ്റ്റിച്ച് ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ടമ്മിയൊക്കെ നല്ല ഹൈഡ് ചെയ്ത് നല്ലൊരു ടൈറ്റിൽ നിൽക്കും, ഒതുക്കുണ്ടാവും. പിന്നെ ഇതിൽ കളേഴ്സും ഉണ്ടാവും അല്ലേ? കളേഴ്സ് ഉണ്ട്. നമ്മൾ ഒരു 10 ഷെയ്ഡ്സോളം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത വരുന്ന ധാവണി നമ്മൾ ചെയ്യുന്ന ഇത് സ്കേർട്ട്, അതുപോലെ ബ്ലൗസിൽ നമ്മൾ വർക്ക്. ഇത് സിമ്പിൾ പ്ലെയിൻ ആയിട്ടുള്ളത്, അതിൽ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള വർക്ക്. അതുപോലെ എന്താ പറയുക, ദുപ്പട്ടയും പ്ലെയിൻ ആയിട്ട്. ഇങ്ങനത്തെ ഉണ്ട്, അജ്രക് മോഡൽ വേണം, എങ്ങനത്തെ വേണമെങ്കിലും. ഇതിൽ അജ്രക് ബ്ലൗസും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ പ്രൊഡക്ഷനിലുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെ
കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ സാമ്പിൾസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇതിപ്പോ നമ്മള് താഴെ നമ്മള് കണ്ടത് തന്നെ ഡമ്മിയിലുണ്ടായിരുന്നത്. അത് അതിന്റെ കളർ ചേഞ്ച്, അത് നമ്മളൊരു ബ്ലൂ ഷെയ്ഡ് ആയിരുന്നു. ഇത് താഴെ അജ്രക്ക് വന്നു. അജ്രക്കിന്റെ ബ്ലൗസ് എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ട ബ്ലൗസാണ്. സ്കേർട്ട് സെമി സ്റ്റിച്ച്ഡ് ആണ്. ഇത് അതിന്റെ ധാവണിയില് ഇത് വന്നിരിക്കുന്നത് ദുപ്പട്ട. ഇത് ക്രോപ്പ് ടോപ്പ് ആയിട്ടും നമുക്ക് തയ്ക്കാട്ടെ. ഇപ്പൊ ഈ ബ്ലൗസ് പീസുകളെല്ലാം നമുക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഹാഫ് ബ്ലൗസ് ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ ലെങ്ത് വേണമെങ്കിൽ ഈ ലെങ്ത്, അല്ലെങ്കിൽ നമുക്ക് ക്രോപ്പ് ടോപ്പ് ആയിട്ട് ബ്ലൗസ് വേണമെങ്കിൽ അപ്പൊ അതിനുള്ള മെറ്റീരിയൽ ഇതിലുണ്ട്. 1.20 ഉണ്ടാവും മെറ്റീരിയൽ. സാധാരണ നമുക്ക് ഒരു 80 1 മീറ്റർ അങ്ങനെയൊക്കെയല്ലേ നമ്മൾ സാധാരണ 80 ബ്ലൗസ്. അതല്ല, അതിലും കൂടുതലാണ് വരുന്നത്. കൂടുതൽ തുണി ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ കുറച്ച് ലെങ്ത് ആയിട്ട് തയ്ക്കാം. നെക്സ്റ്റ് വരുന്നത് സാരീസ് ആണ്. ഇതൊരു തെയ്യം മോഡൽ വരുന്ന ഒരു സാരി. അതിൽ നമുക്ക് ദാമൻ കസവൊന്നുമില്ല. കോട്ടണിൽ നല്ലൊരു ഹാൻഡ്ലൂം കോട്ടണിൽ തെയ്യത്തിൻ്റെ ടൈപ്പ് എന്താ പറയുക, നമുക്ക് ഇതുപോലെ വരും. ഫുൾ ബോർഡർ ഒക്കെ സെയിം ആ ഒരു പ്രിന്റിൽ മാത്രം തെയ്യം തീമിലാണ്. ഇതിൻ്റെ നമുക്ക് മെറൂൺ ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു പർപ്പിൾ ഷെയ്ഡ് ഉണ്ട്, ഗ്രീൻ ഷെയ്ഡ് ഉണ്ട്. ഓക്കെ, ഇതിലിപ്പോ സെപ്പറേറ്റ് മുന്താണി ആയിട്ട് അങ്ങനെ ഈ കാണുന്നത് തന്നെയാണ് മുന്താണി. ഫുൾ സാരി വരുന്നത് കോട്ടൺ ബേസിലാണ് കേട്ടോ ഈ സാരി വരുന്നത്. അപ്പൊ അടുത്ത സാരി ആണെങ്കിൽ ഇത് കോട്ടണിൽ ടൈ ആൻഡ് ഡൈ വരുന്ന സാരിയാണ്. ഇത് ഇതുപോലെ പക്ഷെ കാണുമ്പോൾ ഒരു ലിനൻ ഫീൽ ഉണ്ട് കോട്ടണിൽ. കാരണം ഇത് നമ്മൾ ഡൈ ചെയ്യുമ്പോൾ ഒരു സോഫ്റ്റ് ഫിനിഷ്, സോഫ്റ്റ് ആയിപ്പോ, അതുകൊണ്ടാണ് ആ ഒരു ലിനൻ ഇത് വരുന്നത്. അപ്പൊ ഇത് മുകളിലേക്ക് വേണമെങ്കിൽ മുകളിലേക്ക് കൊടുക്കാം, അത് അടിയിലേക്ക് വേണമെങ്കിൽ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ടാക്കി മറിച്ചു വിടാം കേട്ടോ. അപ്പൊ ഇത് ഡൈ ചെയ്തിട്ടുള്ള കോട്ടൺ സാരി. ഇത് വരുമ്പോ നമുക്ക് ഇതുപോലെ സാരി സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ചെക്സിൽ അല്ലേ? ഇത് ബോഡിയിൽ സ്ട്രൈപ്സും ഇവിടെ ഈ ഒരു പോർഷനിൽ ചെക്സും ഇവിടെ ഇങ്ങനെ നിവർത്തിയാലും അറിയല്ലോ. നടുക്കില് ആ ഒരു ലൈൻ പോയിട്ട് അതിൽ ഈ രണ്ട് സൈഡ് ബോർഡർ വരുമ്പോ നമുക്ക് ചെക്കിന്റെ പാറ്റേൺ വന്നിരിക്കും. ബോഡി വരുന്നത് ഇതുപോലെ പ്ലെയിനില് ഇതുപോലെ ബോഡി വരും. താഴെ ഇതുപോലെ വരും. ഫ്ലീറ്റ്സ് വരുമ്പോ ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ ഫ്ലീറ്റിന്റെ ആ ഒരു പോർഷൻ വരുന്നത്. നമുക്ക് ബോഡി ഫുൾ വരുമ്പോൾ ഈ ഒരു പോർഷനാണ് വരുന്നത്. മുന്താണി എന്ന് പറയാനായിട്ട് ഇങ്ങനെയാണ് കേട്ടോ മുന്താണി വരുന്നത്. കസവിന്റെ കളർ. ഇതിലും കളേഴ്സ് ഉണ്ടാവുമല്ലോ അല്ലേ? അതിൽ കളേഴ്സ് ഉണ്ട്. ഇതും അതുപോലെ വരുന്ന ഒരു സാരിയാണ്, ഒരു സിമ്പിൾ സാരിയാണ്. ഇതിന്റെ മുന്താണി വരുന്നത് ഇതുപോലെ വർക്ക്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കളറും നന്നായിട്ടുണ്ട്. അതുപോലെ മുന്താണിയിലാണ് ഇതിന്റെ മെയിൻ വർക്ക് വരുന്നത്. കണ്ടോ, സൂപ്പർ ഒരു അടിപൊളി ഒരു നല്ലൊരു കോപ്പർ ബോർഡർ ആണ് ഇതിന് വരുന്നത്. അതിൽ മെറൂൺ മെറൂൺ. ഇതിലും കളേഴ്സ് ഉണ്ട്. നമുക്ക് ബ്ലൂ, എന്താ പറയുക, ഒരു ഓഫ് വൈറ്റ്, യെല്ലോ, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. ഡാർക്ക് ഷെയ്ഡ്സ് ഉണ്ട്, പർപ്പിൾ, എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഇതൊരു നോർമൽ ടിഷ്യൂ കളർ അല്ല, ഒരു കോപ്പർ സെറിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അത് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഇത് സ്റ്റിഫ് ആയിട്ടുള്ളതല്ല, സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന, ഒതുങ്ങി കിടക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ വരുന്നത്. സാരീസിന്റെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഓണത്തിന് അല്ല, ഓണത്തിനല്ല, വിഷുവിന്. ഈ പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾ കൂടുതൽ ചെയ്യാം. അല്ല, സാരീസ് ഒരുപാട് പേര് എൻക്വയറി ഉണ്ടായിരുന്നു, നമുക്കുണ്ടായിരുന്നു. പിന്നെ നമ്മള് മെയിൻ ടോപ്പ് ആയതുകൊണ്ട് കൂടുതൽ കുർത്തീസിനാണ് ഇവര് ഫേമസ്. ഇപ്പൊ ഇനി സാരീസും ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ കുറേ നാളായി. കഴിഞ്ഞ വീഡിയോയില് അതിങ്ങനെ വലുതായി വരാണ്. അപ്പൊ ഇത് വരുമ്പോ നമുക്ക് സെറ്റ് മുണ്ട്. അതൊരു ഫ്ലോറൽ പാറ്റേണിൽ വരുന്നതാണ് സെറ്റ് മുണ്ട്. അതിൽ കസവിന്റെ കളേഴ്സും നമുക്ക് മാറി മാറി കിട്ടും. ഇപ്പൊ ഫ്ലവർ പ്രിന്റ് കൂടുതലും എല്ലാവരും. കസവ് മാത്രമല്ല, ഒരു ഫ്ലോറൽ ടച്ച് ആയിട്ടുള്ള വരുന്നത്. ഇതും ഇതുപോലെ തന്നെ ഫ്ലവർ ഇതില്ലാതെ, കസവില്ലാതെ വേണം എന്നുള്ളവർക്കാണെങ്കിൽ ഇത് ചെയ്യാം. 2 ഷെയ്ഡില് ഇതൊക്കെ ഒരു 2.80 കട്ടിൽ വരുന്ന സെറ്റ് മുണ്ടാണ്. ഇത് ടെമ്പിൾ ബോർഡർ വരുന്നത്. സെറ്റുമുണ്ട്, ടെമ്പിൾ ബോർഡർ. ഇതിലെ കളേഴ്സ് ഉണ്ട്, ഡാർക്ക് കളേഴ്സ് ഉണ്ട്. നമുക്ക് ബ്ലാക്ക്, മെറൂണ്, നേവി എല്ലാ ഷെയ്ഡ്സും ഉണ്ട്. ഞാൻ എല്ലാം ഓരോ പീസ് ജസ്റ്റ് ഒന്ന് വെച്ചതേ ഉള്ളൂ. ഇത് മറ്റേ പൊൾക്ക ഡോട്ടിൽ ചെയ്തിരിക്കുന്നത്, ബ്ലാക്കില്. നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം. ബ്ലാക്ക് എവർഗ്രീൻ കളറാണ്. ഇതിന്റെ എല്ലാ ഷെയ്ഡ്സും നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ്. അത് ആ ഇരിക്കുന്ന ബ്ലൂ കളറൊക്കെ നല്ല കളറാണ്. കുറേ ഉണ്ട്. അപ്പോൾ ഏതാ കാണിക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനും കൂടി ഉണ്ട്. ഞങ്ങളെല്ലാം മിക്സ് ചെയ്തൊരു കളേഴ്സ് എടുത്തതേ ഉള്ളൂ. ഇതും ബ്ലൂ ഒക്കെ നല്ല കളറിൽ വന്നിരിക്കുന്ന, ബ്ലൂവിലൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പോൾക്കയിലെ ഇനി അതൊരു കോട്ടൺ വർക്കിന്റെ ഒരു പാറ്റേൺ ആണെങ്കിൽ ഇതുപോലെ
ബ്ലൗസ് ബാന്തിനി ടച്ചിൽ വന്നിരിക്കുന്ന ബ്ലൗസ് പീസും കോട്ടൺ ബാന്തിനിയിൽ വന്നിരിക്കുന്നത്. അങ്ങനെ വെറൈറ്റി സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ സെറ്റ് മുണ്ടില് ബ്ലൗസും വരുന്നുണ്ട്. ഇതും ഇതുപോലെ ടിഷ്യൂല് വരുന്നതാണ്. ടിഷ്യൂല് ഒരു ഇക്കത്ത് പാറ്റേൺ, ഇക്കത്തിന്റെ ഒരു മോഡൽ ചെയ്തിട്ടുള്ളതാണ്. ഇക്കത്ത് ടെമ്പിളിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ബ്ലൗസ് പീസ് സെപ്പറേറ്റും ചെയ്തിട്ടുള്ളതാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ചെക്ക് പാറ്റേൺ, ഒരു ലൈലാക്ക് കളറിൽ, അതായത് ഇപ്പം കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന കളർ ലൈലാക്ക് കളറിൽ ഇതുപോലെ സെറ്റ് മുണ്ടിൽ ചെക്സ് പാറ്റേൺ. ബ്ലൗസ് പീസ് ഉള്ളതുണ്ട് ഇല്ലാത്തതുണ്ട്. ഇതൊക്കെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ഇനി ഇതൊക്കെ സാമ്പിൾസ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് മുകളിൽ, താഴത്ത് പോണെങ്കിൽ ഇതിനേക്കാൾ അക്രമം. നമ്മൾ ഒരു ഭാഗമായതുകൊണ്ട് അറിയാൻ പറ്റാത്ത എത്ര സ്പേസ് ഉണ്ടെന്നുള്ളത്. ഫ്രണ്ടിൽ കൂടെ കാണുമ്പോൾ വീണ്ടും പറയാം ചെറുതായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അടിയിൽ പോയുമ്പോൾ വിശാലമാണ് നമ്മുടെ ഡോട്ട്സ്. ഇനി ഇതിനേക്കാളും വിശാലാണ് ഇവരുടെ ഗോഡൗൺ. അതൊന്ന് പോയാലോ? പോവാം, തീർച്ചയായും. സ്റ്റോക്ക് ഒന്ന് കാണണ്ട എവിടെ ഇരിക്കണത് എന്താ. പിന്നെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യം നമ്മൾ കാണിക്കുന്നില്ല. കാരണം അവിടെ പ്രൊഡക്ഷൻ നടക്കണ അത്രയും കാരണം ഇപ്പൊ ഓവർ ടൈം ഒക്കെ അവരിരുന്ന് ചെയ്യുന്ന ടൈംസ് ഇപ്പം രാവും പകലുമായിട്ട് നമ്മുടെ ഈ ഒരു ഫെസ്റ്റിവൽ സീസൺ അങ്ങോട്ട് അടിച്ചു പൊളിക്കാനുള്ള നിങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിട്ട് അവരിപ്പോ സ്ട്രഗിൾ ചെയ്തോണ്ടിരിക്കുക അല്ലേ? അതെ, തീർച്ചയായും. അപ്പൊ പോയാലോ? ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഡോട്ട്സിന്റെ ഗോഡൗണിൽ ഇപ്പൊ എന്താ പറയാ പ്രൊഡക്ഷൻ നടക്കണോടത്തുനിന്ന് സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വണ്ടിയാണ് ഇപ്പൊ ഈ കാണുന്നത്. നിറച്ച് ലോഡുകൾ. പിന്നെ ഇതൊക്കെ ഓരോ സ്ഥലത്ത് നിന്ന് കസ്റ്റമേഴ്സിന് ബില്ലിടാൻ നമ്മൾ ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഡിസ്പാച്ച് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഇഷ്ടംപോലെ കുറെ ഐറ്റംസ് നമുക്ക് ഉള്ളിൽ കാണാം സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇവിടെ ഇതെല്ലാം ബണ്ടില് പൊട്ടിക്കാനും ലൈനിങ്ങും എല്ലാം ഇരിക്കുന്നത്. ഇതൊക്കെ എടുത്ത് ഈ സാധനങ്ങൾ അല്ലേ? ഇതൊക്കെ നമുക്ക് ബണ്ടിൽ വന്ന് കിടക്കുന്നത് ഓപ്പൺ ചെയ്യാനായിട്ട്. അത് മഴ കാരണം നമ്മൾ ടാർപ്പായി ഇട്ടിട്ട് മൂടി വെച്ചേക്കണതാണ് കേട്ടോ. പിന്നെയും കുറെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇതാ ഇവിടെ ഒക്കെ നോക്കിയേ, നിറച്ചുണ്ടല്ലോ അല്ലേ? ഗോഡൗൺ ഫുള്ളാണ്. ഞങ്ങൾ ഓണത്തിന് റെഡിയാണ്. നിങ്ങൾ റെഡി ആയാൽ മതി. ഇതാ നമ്മുടെ ജ്വല്ലനക്കിന്റെ പല കളേഴ്സിൽ വരുന്ന ഇത് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഷെയ്ഡ്സും ഉണ്ട്. ജസ്റ്റ് ഒരെണ്ണം ഓപ്പൺ ചെയ്ത് തരാം. ജുവൽ നെക്ക് എനിക്ക് തോന്നുന്നു ഒരു 1 ഇയർ ആയിട്ട് ഒരു എവർഗ്രീൻ ആയിട്ട് ഇതുവരെയായിട്ടും തീർന്നിട്ടില്ല. നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുമ്പോഴായിരിക്കും കസ്റ്റമർ വീണ്ടും ചോദിക്കുന്നത്. ഒരുപാട് കളേഴ്സ് ഉണ്ട്. നമ്മളൊരു 8 to 9 കളേഴ്സ് ഇതിൽ ഡാർക്ക് ഷെയ്ഡ്സിൽ ചെയ്തിട്ടുണ്ട്. നല്ലൊരു റെയർ ഗ്രീൻ ഷെയ്ഡ് ഒക്കെ ഇതിൽ, ഓറഞ്ച് ഷെയ്ഡ്, മസ്റ്റേർഡ്, പീച്ച്, എല്ലാ കളറും ഉണ്ട്. മിക്ക കളേഴ്സും ഇതൊക്കെ നമുക്ക് പ്രൊഡക്ഷനിലേക്ക് പോവാനായിട്ട് ഉള്ള ഐറ്റംസ്. അതുപോലെ ക്ലോത്ത്, ഓണത്തിന്റെ ശരിക്കും നമുക്ക് ക്ലോത്ത് വരുന്നത് വേറൊരു ഗോഡൗൺ ആണ്. ഇതിപ്പോ നമ്മൾ ഓണത്തിന്റെ മാത്രം ഇവിടെ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി വെച്ചതേ ഉള്ളൂ. അങ്ങനെ ചെയ്ത് വെച്ചേക്കണം. പിന്നെ എനിക്ക് ഇവരെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനെ ഇതുപോലെ എന്തൊക്കെ ബണ്ടലിൽ ഇത് വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ലല്ലേ? ഇല്ല. ഇത് ഇവരെ പ്രത്യേകത പറയുമ്പോ ഇങ്ങനെ ഒരു ബണ്ടലിൽ എന്തായിട്ടിരിക്കണം. കാരണം നമ്മൾ ഓരോ സീസൺ വൈസ് സ്റ്റോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്നും കൂടെ വെക്കുന്നത്. ചിലപ്പോൾ നമ്മളൊരു ഈ ഐറ്റംസ് ഒക്കെ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു 2 മാസം മുന്നേ ഇതിന്റെ പ്രിപ്പറേഷൻസ് ചെയ്ത് തുടങ്ങും. അപ്പൊ ആ സാധനം ഏതിലാ വെച്ചേക്കുന്നതെന്നുള്ള ഓർമ്മ വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒരു സാമ്പിൾ പീസ് നമ്മൾ കവറിലാക്കി ചാക്കിൽ കെട്ടുന്നത്. അപ്പം ഓരോ സെക്ഷനിലേക്ക് മാത്രം ഇറക്കി കൊടുത്താൽ മതി. എല്ലാം ഓപ്പൺ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇനി മെയിൻ കുറച്ചുകൂടി സ്റ്റോക്ക് ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഫുൾ സ്റ്റോക്ക് ആണ്. ഓണത്തിനപ്പോ ഞങ്ങള് റെഡി, നിങ്ങൾ റെഡിയാണോ? അല്ലേ? അതെ. അപ്പൊ ഇത് ഫുൾ സ്റ്റോക്ക് ആണ്. ഇതിന്റെ സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ അവിടെ കണ്ടോണ്ടിരിക്കുന്നത്. ഇതിപ്പോ ഡെയിലി പ്രൊഡക്ഷൻ വരുന്ന സ്റ്റോക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുന്നത്. ഫുൾ ഐറ്റം നമ്മൾ ഗോഡൗണിൽ വന്ന് കൗണ്ട് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഷോപ്പിലേക്ക് പോവാണ്. പിന്നെ നമുക്ക് ബൾക്ക് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഗോഡൗണും കൂടെ കാണിക്കും. ഇവിടെ നിന്ന് തന്നെ ഡിസ്പാച്ച് ചെയ്യും. ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ വേണമെങ്കിൽ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് എടുക്കാം. ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് എടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് എല്ലാ കളറും എല്ലാ സെറ്റും ഒന്നിച്ച് കിട്ടും ഗോഡൗണിലാണെങ്കിൽ. സാമ്പിൾസ് കൂടുതലുണ്ട്, സ്റ്റോക്കും ഉണ്ട്. നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഇപ്പം അതിലും കൂടുതൽ ഇപ്പൊ ഒരു 200 പീസ് വേണം, അതിന്റെ തന്നെ കുറച്ചും കൂടെ വേണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഗോഡൗണിലേക്ക് വരാം. ഗോഡൗണിലേക്ക് ഡയറക്റ്റ് വരാൻ പറ്റില്ല. ഇവരില്ലാണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അത് വീണ്ടും എടുത്ത് പറയണം. അപ്പൊ ലൊക്കേഷൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ലൊക്കേഷൻ വരുന്നത് നമുക്ക് എറണാകുളത്ത് മേനക ബസ് സ്റ്റോപ്പ് ത്രൂ ആയാലും നമുക്ക് കയറി വരാം. അപ്പൊ എവിടേക്ക് വരുന്നത്? പ്രസ് ക്ലബ് റോഡിലേക്ക്. പ്രസ് ക്ലബ് റോഡിൽ തന്നെ PWD
PWD ഗസ്റ്റ് ഹൗസിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രസ് ക്ലബ് റോഡ് വരുന്നത്. അതെ, അപ്പോൾ ആ വഴിക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോട്ട്സ് എന്നുള്ളത് കാണാം. ഞാൻ വീണ്ടും പറയാണ്, ഫ്രണ്ടിൽ കൂടെ കാണുമ്പോൾ ചെറുതാണ്, പക്ഷേ ഉള്ളിൽ കയറുമ്പോൾ വിശാലമായിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഓൾറെഡി ആൾക്കാർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ കസ്റ്റമേഴ്സിനെ കാണിക്കാണ്ടും അതുപോലെ നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടാണ് ഓരോരോ സെക്ഷൻ വൈസ് ഞങ്ങൾ കവർ ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ പർച്ചേസ് ഓൾറെഡി ആൾക്കാർ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും നിങ്ങൾ വീട്ടിലിരിക്കുകയാണോ? വേണ്ട, വേഗം പോകണം എറണാകുളത്തേക്ക്. അപ്പോൾ എറണാകുളം പ്രസ് ക്ലബ് റോഡിലാണ് നമ്മൾ ഡോട്ട്സ് ഉള്ളത്. ഒന്നുകൂടി ഈസി ആയിട്ടുള്ള ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് CSB ബാങ്ക് ഉണ്ട്, പഞ്ചാബ് നാഷണൽ കോൺവെന്റ് ജംഗ്ഷൻ വഴി വരുവാണെങ്കിൽ CSB ബാങ്കിന്റെ ഓപ്പോസിറ്റ് റോഡ്, പിന്നെ അവിടെ ഒരു സെന്റ് തെരേസ സ്കൂളുണ്ട്. ഇതൊക്കെയാണ് അടുത്തുള്ള ലാൻഡ്മാർക്ക് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സിന് നമുക്ക് അവിടെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടിട്ട് വന്നവർ പറഞ്ഞു, അയ്യോ ഷെൽമിയുടെ വീഡിയോ കണ്ടിട്ടാണ് വന്നത്, പക്ഷെ കട കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ലൊക്കേഷൻ പറയുന്നത്. അപ്പോൾ CSB ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, സെന്റ് തെരേസ് കോളേജ്, PWD ഗസ്റ്റ് ഹൗസ്, സിലോൺ ബേക്കേഴ്സ്, ഇതൊക്കെ ലാൻഡ്മാർക്ക്. അതെ, ഇതിന്റെ എവിടെ നിന്നിട്ട് ഒന്ന് വിളിച്ചാൽ മതി, ഞങ്ങളിതേ എത്തി. അതെ. അപ്പൊ താങ്ക് യു മിന്ന, നല്ല കളക്ഷൻസ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നത്. എന്തായാലും ഈ പ്രാവശ്യത്തെ ഓണം അതെ. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ. ഹാപ്പി ഓണം.